ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കണ്ടോ, എൻ്റെ തോളയിലൊരു പ്രാവ് കയറിയിരിക്കുന്നു. നമ്മുടെ ജോയങ്കിൾ ബുഷ് പെപ്പർ, അതായത് പുള്ളി ഒരു പ്രോസസ്സിങ് വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുരുമുളക് അത് മരത്തിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു വന്നിട്ട് നമ്മൾ പറിക്കുന്നതൊക്കെ. പക്ഷേ ഇതൊരു ചെടി പോലെ തന്നെ അങ്കിളിവിടെ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ തെങ്ങ്, അതിൽ നിന്നെല്ലാം കായ്ഫലങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതാണോ അങ്കിൾ വളർത്തുന്ന പ്രാവാണ്, ഇത് എൻ്റെ തോളെ കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ ബുഷ് പേപ്പർ എന്ന് പറയുന്ന സാധനം. ഇത് മരത്തേൽ കയറുകയല്ല. ഇത് മറ്റുള്ളതെല്ലാം മറ്റേ കൊടികളെല്ലാം മരത്തെ കയറി കായ്ക്കുന്നതാണ്. അതെ അതെ. ഇത് ചട്ടിക്കകത്ത് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ. ഇതിനിടയ്ക്ക് മുഴുവൻ മുളകാണ്. ഇത് 365 ദിവസം ഇതേ മുളകും ഉണ്ട്. ഓ ഉണ്ടോ? നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ സ്ഥലമില്ലാത്ത ആൾക്കാണല്ലോ, വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും അവർക്ക് ടെറസുകളിലൊക്കെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഈസി ആയിട്ട് പറ്റും, സൗകര്യമായിട്ടുള്ളതാണ്. ഇതൊക്കെ മറ്റുള്ളതിനേക്കാൾ കായഫലം കൂടുതലുണ്ട്. ഇതുണ്ടോ? ഓക്കെ. നമ്മളിതിന് വളം എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യും? ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല. ഇത് ഇല്ല. ഇത് രാസവളം ചെയ്യരുത്. രാസവളം ചെയ്താൽ ഇത് പോവും. പിന്നെ ഇതിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഇതെല്ലാം അത് തന്നെയാണ്. ഓക്കെ. ഇതിപ്പോ എത്ര വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് 4-5 വർഷമായി. 4-5 വർഷമായി. ഒരു കുഴപ്പമില്ല, സക്സസ് ആയി. ഈ നിൽക്കുന്നത് 2 വർഷമായ ചെടിയാണ്. ഏത് ഇതല്ലേ? 2 വർഷമായ ചെടിയാണ്. ഓക്കെ ഓക്കെ. ഇതിലെല്ലാം നല്ല മുളകുണ്ട്. അത് ഓരോ സൈസാണ്. വളർച്ച ആയതുണ്ടോ, ഇതുണ്ടോ? ഇത് തന്നെ പല വളർച്ച. ഇത് ഒരെണ്ണം, അത് കഴിഞ്ഞ് പിന്നെ ഇതുണ്ടോ? ഇതൊന്ന്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഇലയ്ക്ക് ഓരോ തിരിയാണ്. ഇതുണ്ടോ? ഇതുണ്ടോ? ഇത് ഈ ഇല വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരി വന്നു. ഈ ഇല വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തിരിയായി. ഈ ഇലയ്ക്ക് ഇല്ല, ഇതിന് മാത്രമില്ല. ഇതിന് അന്നേരം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇതേ തന്നെ 3 വിളവെടുപ്പാം. 3 പ്രാവശ്യമായിട്ട് വിളവെടുക്കാൻ പറ്റും. അപ്പോ നമ്മുടെ എപ്പോഴും കായ ഉണ്ടായിരിക്കും. സാധാ കൊടിയില് ഓരോ സീസൺ ഉണ്ടല്ലോ, കുരുമുളക് ഉണ്ടായി വരുമ്പോൾ. കുരുമുളക് ഉണ്ടാകുന്ന ഒരു സീസണിലല്ലേ? അപ്പൊ ഇത് 365 ദിവസം ഇത് കായ ഉണ്ട്. സീസണിൽ മാത്രമല്ല, എന്നും കായാണ് ഇതില്. ഓക്കെ ഓക്കെ. ഇതൊക്കെ പറഞ്ഞതുണ്ടോ? പഴുത്തത് വരെ കാണണം. പഴുത്തത് കാണുന്നില്ല, പഴുത്തത് വരെ കാണേണ്ടതാണ്. ഓക്കെ. കണ്ടായിരുന്നു. അങ്ങനെ ഓരോ അത് നമ്മൾ പറിക്കും. ഞാനിതിപ്പോൾ പറിക്കുമ്പം ഒരുമാതിരി വളമായതെല്ലാം ഒരുമിച്ച് പറിക്കും. അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് നോക്കി പറിക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടോ? ഇതൊരു വിളവ്, ഇതൊരെണ്ണം. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏറെക്കുറെ ഈ പരുവാകും. ഓക്കെ. അങ്ങനെ ഓരോ ഇതാണ്. ഓരോ ഇലയ്ക്ക് ഓരോ തിരിയും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതും അങ്കിൾ സ്വന്തമായിട്ട് ചെയ്താണോ അതോ? ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണോ അതോ നമ്മൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ചെയ്യുമല്ലേ, വലിയ മരങ്ങളൊക്കെ ചെയ്യും? അതുപോലെ തന്നെ ഉള്ള പ്രോസസ്സിംഗ് തന്നെയാണ്. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഇതേ കായുണ്ട്. നമ്മൾ മുളക് പറിച്ചു കഴിഞ്ഞാൽ ആ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 3-4 മാസത്തേനും മുളകൊന്നും ഇല്ല. ഇതില് എപ്പോഴും കായായിരിക്കും. എപ്പോ വേണേലും വീട്ടാവശ്യത്തിന് എടുക്കാം. പിന്നെ മൂത്ത് നോക്കി നമ്മൾ പറിച്ചാൽ മതി എന്ന് മാത്രം. അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ തൈ അപ്പോ ഇതേപോലെ ഓർഡറുകളൊക്കെ വെളിയിലോട്ട് വരാറുണ്ടോ? വരുന്നുണ്ട്. വെളിയിൽ എങ്ങനെ കൊടുക്കാറുണ്ട് അല്ലേ? 250 വില വലിപ്പം അനുസരിച്ചാണ്. 250 മുതൽ 50 രൂപ വരെയുള്ള തൈകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിന്റെ തൈകൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് കാണിക്കാം. ഇത് ഈ പറഞ്ഞ ബുഷ് പേപ്പറിന്റെ തൈയാണ്. ഓക്കെ. ഇത് വെച്ച് കഴിഞ്ഞ് ഈ തൈ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തിരിയാണിത്. ഓ ശരി ശരി. ഇത് വെച്ച് കഴിഞ്ഞാണ് ഈ ഇല ഉണ്ടായത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു തിരി ഉണ്ടായിരുന്നു. ഈ പരുവത്തിൽ തന്നെ നമുക്ക് മുളക് കിട്ടും. ഇതിന് പിന്നെ ചട്ടിക്കകത്ത് വെച്ച് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വളർന്നു വരും. ഇത് അതിന്റെ തൈയാണ്. ഇതുപോലെ തൈ വേറെ ഇരിപ്പുണ്ട്. ഇതപ്പോ നമ്മൾ ഓർഡറുകൾ വരുന്നതനുസരിച്ച് എത്തിച്ചു കൊടുക്കും. ഇത് ചോളം കണ്ടില്ലാത്തവർക്ക് ചോളം, ഇതിന്റെ ആ ചോളത്തിന്റെ അരിയാണിത്. ഓക്കെ. ഇതുപോലെ
ഉള്ള സാധനം ഇതാണ് അതിൻ്റെ ചോളം. ഓ, അതിൻ്റെ അരിയാണിതല്ലേ? ആ, ഇതിൻ്റെ അരിയാണിത്. നട്ട് കഴിഞ്ഞാൽ കിളുത്ത് വരും. അതിൻ്റെ വലിയ ചെടിയാണ് ഈ നിൽക്കുന്നത്. ആ, ഇത് ഓക്കെ. അപ്പോൾ വേറെ ഇതുപോലെ നമ്മളാ കൃഷി വേറെ എന്താ ഉള്ളതെങ്കിൽ? വേറെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് നിൽക്കുന്ന തെങ്ങ്. വെള്ളത്തിനകത്ത് നിൽക്കുന്ന തെങ്ങ് 4-5 വർഷമായി വെള്ളത്തിനകത്ത് തന്നെ നിൽക്കുകയാണ്. അത് ഹൈറ്റ് ഉള്ളതാണോ അതോ ചെറുതോ? ഒരുമാതിരി വലുപ്പമുണ്ട്. നമുക്ക് വീടിനകത്ത് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ വലുപ്പമായിട്ടുണ്ട്. അതെ, അത് കാണിക്കാം. ഓക്കെ. അങ്ങോട്ട് പോയിക്കണം. നമ്മൾ സാധാരണ തെങ്ങായത്. ഓ, സാധാരണ തെങ്ങാണ്. അത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. വേറെ മണ്ണോ ഇതൊന്നുമില്ല. ഇല്ല, വെള്ളം മാത്രം. ഇതിനടി വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിനടി വെള്ളം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മറിഞ്ഞു പോകാതിരിക്കാൻ കല്ല് വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, ഇതൊക്കെ സ്വന്തം പരിപാടി തന്നെയാണ്. അപ്പൊ ഇത് കാറ്റ് മറിച്ചു വിടാതിരിക്കാനാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഇതിലുണ്ടോ തേങ്ങ? ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ആയിട്ടില്ലല്ലേ? ഇത് എത്ര നാളായി വെച്ചിട്ട് ഈ തെങ്ങ്? ഈ തെങ്ങ് വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷമായി. 5 വർഷമായി അല്ലേ? ഇതിപ്പോ തടി തിരിഞ്ഞു. ഇത് കണ്ടോ, ഇത് തടിയായത്. ഓക്കെ, ഓക്കെ. തടിയാണിത്. നമുക്ക് ഇപ്പൊ തേങ്ങ കിട്ടിയില്ലേ, നമുക്ക് നല്ല ഷോ ആയിട്ട് വെക്കാം അല്ലേ? പെരക്കകത്ത് വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലൊക്കെ വെക്കാൻ നല്ല ഇതാണ്. ആ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഈ കാർഷിക പ്രദർശനമൊക്കെ ഉള്ളിടത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് അവരൊക്കെ ചോദിച്ചെടുത്തോണ്ട് പോകും. ഓക്കെ. അതുപോലെ തന്നെ നഷ്ടപ്പെടുത്താതെ നമുക്ക് തിരിച്ചു കൊണ്ടുതരും. തിരിച്ചു തരും. ഇങ്ങനെ ഉണ്ട്. ഇതിനെന്തേലും ഇതുപോലെ വളങ്ങൾ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ? ഒന്നും ഒരു വളം ചെയ്യുന്നില്ല. ഈ വെള്ളം മാത്രം. വെള്ളം തീരുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെ ഒരു തെങ്ങ് വേര് പിടിപ്പിച്ച്, വലിയ തെങ്ങ് വേര് പിടിപ്പിച്ച് വീണ്ടും മണ്ണിലേക്ക് ആക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് നടന്നോ അതോ ഇപ്പം ചെയ്തോണ്ടിരിക്കുകയാണോ? അത് ചെയ്തിരിക്കുകയാണ്. അതെന്നാ കണ്ടാലോ? അത് കാണാം, കുഴപ്പമില്ല. ഓക്കെ അങ്കിൾ, ഇതാണ് തെങ്ങല്ലേ? ഇതാ ഞാൻ പറഞ്ഞ തെങ്ങ്. ഇതെന്താ കെട്ടി വെച്ചേക്കുന്ന തെങ്ങില്? കെട്ടി വെച്ചിരിക്കുന്നത് തെങ്ങിന് അവിടെ വേര് പിടിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. അവിടെ വേര് പിടിക്കുമോ? അവിടെ വേര് പിടിപ്പിക്കാനുള്ള ഒരു ഇതാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതിപ്പം വേര് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പം വേരായെന്ന് വരത്തില്ല. ചിലപ്പോൾ 1 വർഷം പിടിക്കും, ചിലപ്പോൾ 6 മാസം പിടിക്കും. അപ്പൊ അതങ്ങനെ വേരായി കഴിയുമ്പോഴത്തേക്കും അത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും താഴെ ഇറക്കി വെച്ച് വീണ്ടും വളർത്തുന്നു. അതാണ് ഉദ്ദേശം. അതാണ് അതിന്റെ ഉദ്ദേശം. ഇതും അങ്കിളുടെ സ്വന്തം കണ്ടുപിടുത്തം തന്നെയാണോ? അത് എന്റെ സ്വന്തം കണ്ടുപിടുത്തം തന്നെയാണ്. വേറെ സഹായികളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എന്തൊരു ഗുണം ഉണ്ടാവും നിങ്ങളെ? വേര് അവിടെ നിന്ന് പിടിപ്പിക്കുമ്പോ? അവിടെ നിന്ന് വേര് പിടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഇത്ര തെങ്ങ് വളർന്നു പോയില്ലേ, ഇനി അത് മുറിച്ച് താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് താഴെ മുതലേ തേങ്ങ പറിക്കാൻ പറ്റുമല്ലോ. പറിക്കാൻ പറ്റും. അതെ, പൊക്കം കുറഞ്ഞ് കിട്ടും. ഇത് ആ തെങ്ങ് അവിടെ നിന്ന് എനിക്ക് വെട്ടി മാറ്റേണ്ടതാണ്. അപ്പൊ അതിനകത്ത് വേര് പിടിപ്പിച്ചിട്ട് വേറെ മാറ്റി വെച്ചോണ്ട് ആ തെങ്ങ് വെട്ടിക്കളയും. ഓക്കെ, അതാണ് അതിന്റെ ഉദ്ദേശം. നമ്മള് കളയാതെ തന്നെ അത് ഉപകാരപ്പെടുത്തുന്നു. അത് തന്നെ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ കാ ലഭിക്കുമോ നിങ്ങളെ? വേറായി കഴിയുമ്പോ പിന്നെ ഇതില്ല, തന്നെ ചൊട്ടയിടും, തേങ്ങ ആവുമല്ലേ? ഓക്കെ. ഇതിപ്പം എത്ര നാളായി ഇങ്ങനെ വെച്ചിട്ട്? ഇതിപ്പം ഒരു 3 മാസമായി കാണും. ഏകദേശം 1 വർഷം ആകുമ്പോൾ നമുക്ക് റിസൾട്ട് കാണും. ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്കും വേറായിക്കോളും. ഓക്കെ. ഇത് ഫസ്റ്റ് പരീക്ഷണമാണോ അതോ വേറെ ട്രൈ ചെയ്തിട്ടുണ്ടോ? പരീക്ഷണമാണ്. അതെ. ഓക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ അവിടെ? വേര് പിടിക്കാനുള്ള എല്ലാം ഇതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ സാധാരണ തെങ്ങില് ചില തെങ്ങിന്റെ ഒക്കെ ഇടയ്ക്കൂടെ വേര് ഇറങ്ങി കണ്ടിട്ടുണ്ടോ? വലിയ തെങ്ങിന്റെ കണ്ടിട്ടില്ലേ? മണ്ണിനടിയിൽ കൂടെ തടിയെന്ന് വേറെ. മനസ്സിലായി. അപ്പൊ അതുപോലെ ഇത് വരും. ഓക്കെ, അതുപോലെ വരും അല്ലേ? ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കുഴിച്ചു വെച്ചാൽ ശരിയാവും. കട്ട് ചെയ്തിട്ട് നമുക്ക് താത്ത് കുഴിച്ചു വെക്കും. ഓക്കെ, ഓക്കെ. അതാണ് അതിന്റെ സീക്രട്ട് അല്ലേ? ഇത് എന്റെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ള 2 കൂട്ടുകാരാണ്. ഇണപ്രാവുകളാണ്. ഇത് നമ്മുടെ എങ്ങും പോവുകയില്ല, നല്ല ഇണക്കമുള്ളതാണ്. ഇവിടെ തന്നെ നിന്നോളും. ഇവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ജോയി അങ്കിളിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ നമ്മുടെ ഇണപ്രാവ് നിൽക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടൻ കാണാം. ബൈ.